ഈ ബ്ലൂ ടൈഗേഴ്സ് എന്ന പേരൊക്കെ സെലക്ട് ചെയ്യുന്നത്? ബേസിക്കലി ടീമിന്റെ കേസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. ഞാൻ അവിടെ ഈ കോവിഡിന് ശേഷമാണ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് അവിടെ ആണെങ്കിലും എല്ലാ സീസണിലും ഈ കളിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ നമ്മൾ ഭയങ്കര ട്രാവലിംഗ് ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് കുറേ ബാങ്കുകൾക്ക് ഇപ്പൊ ഏകദേശം 600 ബാങ്കുകളുടെ ഒരു ചെയിൻ തന്നെ ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വേൾഡ് വൈഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ടൈമില്ല. നമ്മൾ ഈ ബാങ്കിന്റെ സിഇഒസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അവിടെ ചെല്ലണം, ഇവർക്ക് എപ്പോഴും നമ്മളെ കാണണം. അപ്പൊ നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഈ കോവിഡ് വന്നതിന് ശേഷം ഇവർക്കെല്ലാം വീഡിയോ കോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ടൈം കിട്ടി. ഞാൻ ഭയങ്കര സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് എപ്പോഴും നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ നടക്കേണ്ടി വന്നു. കാരണം അവിടെ ചെല്ലുമ്പോൾ ഇതില്ലെങ്കിൽ അവര് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇത് കിട്ടും. അതെ, പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമ്മൾ, ഞാൻ ബേസിക്കലി വക്കീലാണ്, ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ പിന്നെ ഇവിടെ ലോക്കലാണ് പഠിച്ചത്, UK പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും നമുക്ക് ലോ ഫേം ഉണ്ട്. അപ്പൊ ഇത് അതിന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് വന്നെങ്കിൽ ഈ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ ആ ഒരു വർക്ക് കൾച്ചറിന് കുറച്ച് മാറ്റം വന്നു. കുറച്ചുകൂടെ എൻഗേജ് ആയിട്ട് കളിക്കാൻ തുടങ്ങി, ഭയങ്കര ഒരു താല്പര്യം വന്നു. അങ്ങനെയാണ് MS ധോണിനെ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഓൺ ബോർഡ് ചെയ്തത്, നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്. അതിനുശേഷം പുള്ളിയായിട്ടും കുറെ 1-2 ഇന്റർവ്യൂസ്, ഒരു ഇന്റർവ്യൂ ചെയ്തു. പിന്നെ കുറെ എന്താ പറയാ, ഇങ്ങനെ ആഡ് ഷൂട്ടിന്റെ സമയത്തും അല്ലാതെ ഒത്തിരി വർഷം മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മൈൻഡ് ഗെയിമും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആ ഒരു ലെവലിൽ ഒരു നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ ഓരോ പോയിന്റ്സ് ഇങ്ങനെ നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു താല്പര്യം ഇതിനോട് വന്നു. പിന്നെ ബേസിൽ തമ്പി UK വന്നപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്ലി അവിടെ എല്ലാ കൗണ്ടിയായിട്ട് കളിക്കാൻ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ജെല്ലായി. അങ്ങനെ 2-3 വർഷമായിട്ട് പുള്ളിയായിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് വരുമ്പോഴും പുള്ളി അങ്ങോട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും ബോംബെ വന്നപ്പോഴാണ് ഇങ്ങനെ KCA ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ ടീം എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം, കാരണം അത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവരെല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഈ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതായിട്ട് ഉള്ള വിവാദത്തിലെല്ലാം പെടുന്നുണ്ട്. അത് അഖിലിന്റെ പണി എന്ന് പറയുന്നത് വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തോ പറയുന്നു അത് വിവാദമാകുന്നു, ഉണ്ടാക്കുകയല്ലോ, ഉണ്ടാവുകയല്ലേ. എന്തായാലും പുള്ളി പറഞ്ഞ കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടീം എടുത്തു. പിന്നെ KCA ഒക്കെ വളരെ ഹെൽപ്ഫുൾ, കാരണം ഷോർട്ട് നോട്ടീസിലാണ് വരുന്നത്. ഒത്തിരി ഇനീഷ്യൽ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും KCA എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആസ് എ ബിസിനസ് ഇത് നമുക്കൊരു ഇതല്ല. പക്ഷെ നമ്മളൊരു പാഷൻ കൊണ്ട് ഇതിനകത്ത് വരുന്നു, ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്നാണ് മറുപടി പറഞ്ഞത്. അഖിലേഷ്, ശരിക്കും BCCയുടെ സപ്പോർട്ട്, KCA നമ്മുടെ കൂടെ നിൽക്കുന്നു. ഒപ്പം ഈ ബേസിൽ തമ്പിയെ പോലൊരു പ്ലെയർ ടിമി യോഹന്നാനൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു താരത്തേക്ക് നമുക്ക് നമ്മുടെ പ്രാദേശിക ക്രിക്കറ്റിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് അഖിൽ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഈ കണ്ടം ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ ഒരു ബേസ് അതൊക്കെ ഉണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് ക്രിക്കറ്റ് കടത്തി വിടുകയല്ലേ. അപ്പൊ ഇതെങ്ങനെയായിരിക്കും നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് അഖിൽ ഇപ്പോൾ വിശ്വസിക്കുന്നത്? നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ ഒരു ഭയങ്കര ഷിഫ്റ്റ് വന്നേക്കുന്നത്. ഇപ്പൊ പ്രാദേശിക ക്രിക്കറ്റ് ഇപ്പം സത്യത്തിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. റെക്കോർഡിക്കലായിട്ട് ലൈവായിട്ട് നടക്കുന്ന ഈവൻ ഒരു ടർഫിൽ പോലും നടക്കുന്ന ഒരു മത്സരം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആൾക്കാർക്ക് കാണുന്നുണ്ട്. ചില മികച്ച പ്രകടനങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ ചില ഇൻസ്റ്റയിൽ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സാമാന്യ പ്രകടനങ്ങൾ, ക്യാച്ചുകൾ, ചില വിക്കറ്റുകൾ. അപ്പൊ ഇത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എല്ലാം റെക്കോർഡിക്കലായതുകൊണ്ടാണ്. പണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മളറിയാതെ പോയ സച്ചിനും ധോണിയും കോഹ്ലിമാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവരെ ആരെയും കണ്ടിട്ടില്ല. ഈവൻ നമ്മുടെ കേരളത്തിലുള്ള മികച്ച പ്രതിഭകളുടെ പ്രകടനങ്ങൾ നമ്മളിവരെയൊന്നും കണ്ടിട്ടില്ല, പറഞ്ഞിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന കളിക്കാറുണ്ട്. ഇവരെ നമ്മൾ കാണുന്നത് ഇന്ത്യൻ ടീമിലെ പ്രകടനത്തിന്റെ ഭാഗമാകുമ്പോഴാണ്. ഇത് യഥാർത്ഥം ഇപ്പം ബേസിലിന്റെ തന്നെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് മുമ്പൊരു ചാനലിലും പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾക്കിടെ മലയാളികൾക്കിടയിൽ ഒരു സ്പോർട്സ് താരത്തിന് നമ്മളൊരു അക്സെപ്റ്റൻസ് കൊടുക്കുന്നത് പലപ്പോഴും ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തി കഴിയുമ്പോഴാണ്. പക്ഷെ ഇവർ മറന്നു പോകുന്നൊരു കാര്യം, ഇന്റർനാഷണൽ ലെവലിൽ ഒരു പ്ലെയർ ഏറ്റവും മികച്ച പ്രകടനം നടത്തുമ്പോൾ ഇവരാരും എത്ര പേരുമായിട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് തന്നെ ഇപ്പോൾ കളിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം രാജ്യങ്ങളുടെ എണ്ണം ഒരു 100-300 കോടിയെങ്കിലും ഉണ്ടാവും. എന്നുവെച്ചാൽ ഇന്ത്യയിൽ തന്നെ 130 കോടിയുണ്ട്. പാകിസ്ഥാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ വലിയ രാജ്യങ്ങൾ, ബംഗ്ലാദേശൊക്കെ നമുക്ക് ക്രിക്കറ്റിൽ ഫോക്കസ്ഡ് ആണല്ലോ. അപ്പൊ ഇതിലാണ് ഇവരെ നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഒരു സഞ്ജു സാംസൺ, ശ്രീശാന്ത്, ഇവര് ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ഈ 300 കോടിയിലെ 10-50 പേരിൽ ഒരാളാണ് ഇവർ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ബേസിൽ തമ്പി എടുത്താൽ ബേസിൽ ഈ IPL ഭാഗമാകുന്നു. ആലോചിക്കണം, ഞാനത് അതായത് IPL 8 ടീമുണ്ട്, 11 കളിക്കാരുണ്ട്, അതിലൊരു 4 ബൗളേഴ്സ് ആയിരിക്കും ഉള്ളത്. 11x4 44 ബോളേഴ്സാണ് ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിലുള്ളത്. ഇന്ത്യയിൽ നിന്നും അല്ല, ആക്ച്വലി IPL സെലക്ഷൻ വേൾഡ് വൈഡ് ആണ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സിലെ 44 പേരിൽ ഒരാളായി ഒരു കളി കളിക്കാൻ കഴിഞ്ഞാൽ
അതൊരു ചെറിയ അച്ചീവ്മെന്റ് ഒന്നും അല്ലത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവൻ ഇനി ഒരു കളി കളിച്ചു, 10 കളി കളിച്ചു, ഇവൻ ഇന്ത്യയിലെ ബെസ്റ്റ് ബോളർ ആയെങ്കിൽ നമ്മൾ അവനെ അർഹമായ രീതിയിൽ നമ്മൾ അംഗീകാരം കൊടുക്കും. ഇപ്പൊ ഞാൻ നമ്മുടെ ശ്രീജേഷിനെ ഹോക്കി അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി വീട്ടിൽ കണ്ടിരുന്നു. അപ്പം ഇപ്രാവശ്യവും അദ്ദേഹത്തിന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. പലപ്പോഴും ഞാൻ തന്നെ ഇച്ചിരി ഒരു ആശയവിനിമയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ജയിച്ചു വന്ന സമയത്ത് നമ്മളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെ ആൾക്കാർ, നാട്ടിൽ വലിയ സ്വീകരണം, ഇവിടെ ഒളിമ്പിക്സ് കിട്ടിയിട്ട് വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്പോർട്സ് ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നവർക്കോ ഒന്നും തന്നെ അർഹമായ ഒരു അംഗീകാരം പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല. അതൊരു ഒരു റിയാലിറ്റിയാണ്. നമ്മൾ സിനിമയ്ക്ക് കൊടുക്കുന്നതിന്റെ 10-1 മൂല്യം പോലും ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റുകൾക്ക് കൊടുക്കാറില്ല. അവിടെ ഇനി ഇത് മാറണം. അവിടെയാണ് ഇപ്പൊ ഇങ്ങനൊരു ഇതൊരു ഭയങ്കര ഇനിഷ്യേഷൻ ആവാൻ ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ ഏതൊരു രക്ഷകർത്താക്കൾക്ക് മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ടെൻഷനാണ്. എനിക്ക് ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റർ ആവണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സമ്മതിക്കാൻ പോകുന്നില്ല. അച്ഛനമ്മ അടിക്കും, നമുക്കൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് അടിക്കുന്നതിന്റെ പേര് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഒരു അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഈ വർഷം KCL നടന്നു കഴിയുമ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് KCL നിന്നുള്ള ഒരു 10 പേരെ IPL 10 ടീമുകൾ അല്ലെങ്കിൽ എടുത്തു എന്ന് പറയുമ്പോഴേ ഇവർക്ക് ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അത്രയും പ്രൊമോട്ട് ചെയ്ത് തന്നെ പറയുന്നത്. ഇത് മത്സരം നിങ്ങൾ കണ്ടു തുടങ്ങും, നിങ്ങൾ KCLന്റെ ഒരു ടീമിന്റെ ഭാഗമാകാൻ ശ്രമിക്കൂ, നിങ്ങൾക്ക് 100% നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പറ്റും. ആ വലിയൊരു സാധ്യത തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക കണ്ടം കളി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനത്തിൽ നിന്ദിക്കുന്ന അതേ ഒരു പ്ലെയർ, നമ്മുടെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ, ഇന്നിപ്പോ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആവും. നമുക്കറിയാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ വൈകിട്ട് എടുത്ത വീഡിയോ ആയിരിക്കും, 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് 10 മില്യൺ അടിച്ചു. അപ്പോൾ നമ്മുടെ മലപ്പുറത്ത് ഒരു പയ്യൻ ഒരു ഫുട്ബോൾ എടുത്ത് നമ്മളെ അടിച്ച സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടൊരു വീഡിയോ ആയിട്ട് അത് മാറിയില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ചു, അവന്റെ അപ്പുറത്ത് ഇന്നലെ വരെ സംസാരിച്ചിട്ടിരുന്ന ഒരു കക്ഷിയുടെ മുന്നിൽ പിറ്റേ ദിവസം അവൻ ഒരു സൂപ്പർ സ്റ്റാർ ആയ ലെവലിലേക്ക് വളരുകയാണ്. അത്രയും വലിയൊരു സാധ്യതകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ സാധ്യതകളെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കളും കുട്ടികളും ശ്രമിച്ചാൽ സ്പോർട്സിന്റെ ഏതൊരു മേഖലകളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വലിയൊരു വാതായനം തുറക്കപ്പെടുകയാണ്. ഈ IPL വരുന്ന സമയത്ത് ഇതിനനുബന്ധ ബിസിനസ്സും കാര്യങ്ങളുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ആവുന്നത്. കളി ഒരു സൈഡിൽ നടത്തേണ്ടതുണ്ട്, അതങ്ങനെ തന്നെ കമേഴ്സ്യലൈസ് ചെയ്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു കമേഴ്സ്യലൈസേഷൻ പാർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രാദേശികമാണെങ്കിൽ ഈ പ്രോഡക്റ്റ് വിറ്റേ പറ്റൂ. അത് നോക്കിയിട്ടായിരിക്കുമല്ലോ ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. എന്തൊക്കെ സാധ്യതകളാണുള്ളത്, അനുബന്ധമായിട്ട് എന്തൊക്കെ വളരാൻ സാധ്യതയുണ്ട്? ഇതില് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. അതായത് ഇവരൊക്കെ പണ്ടും ഇപ്പോഴും, അതായത് ഈ KCL ഇപ്പൊ അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രാദേശിക ടൂർണമെന്റുകൾ KCL നടത്തുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇതിനൊരു വിസിബിലിറ്റി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊരു മാർക്കറ്റിംഗ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ പറഞ്ഞ KCA ഇങ്ങനെ ഒരു തമിഴ്നാട് പ്രീമിയർ ലീഗ് പോലെ ഇതുപോലൊരു ലീഗ് തുടങ്ങുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ എന്താ പറയാ സ്റ്റാർ സ്പോർട്സിൽ വരികയും എല്ലാരും കാണാൻ തുടങ്ങുകയും പുതിയ സ്റ്റാർസുകൾ നമുക്കിപ്പോ കുറച്ച് പേരുകൾ ഇപ്പൊ പറയുമ്പോൾ പോലും നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അത് ഇവരാരും കളിക്കാത്തതുകൊണ്ടല്ല, ഇവരെക്കാൾ നന്നായിട്ട് കളിക്കുന്നവരുണ്ടാവും ഉണ്ട്. പക്ഷെ എന്താ, നമ്മൾ അവരെ അറിയാത്തത് ഇതിന് ഒരു പ്രൊമോഷൻ ഇല്ല, അതുപോലെ തന്നെ ഇത് എവിടെയും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അറിയപ്പെടാറ് എന്ന് പറഞ്ഞ പോലെ തന്നെ വൺസ് ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതിനോടനുബന്ധമായിട്ടുള്ള ഒത്തിരി ബിസിനസ്സുകൾ വളരും. ഇപ്പൊ ഈ വർഷം എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി നഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഏകദേശം 3 കോടി ഈ വർഷത്തെ ഫീസ് തന്നെ, പിന്നെ അടുത്ത വർഷത്തെ ഫീസിനുള്ള ഇത് ഇപ്പോഴേ നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ 1.5 കോടി നമുക്ക് ഇപ്പൊ ടീമിന് വേണ്ടി നമ്മൾ നടത്താൻ വേണ്ടി ചെലവാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഫസ്റ്റ് ഇയർ തന്നെ എല്ലാ സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല. കാരണം ഒന്നാമത് ഈ ഷോർട്ട് നോട്ടീസാണ്, നമുക്ക് വെറും ഒരാഴ്ച പോലും ടൈമില്ല എല്ലാം ഫൈനൽ റൂൾസ് എല്ലാം കിട്ടുന്ന സമയത്ത്. അപ്പൊ ഈ വർഷം എന്തായാലും നമുക്ക് നഷ്ടത്തിലേ നമ്മൾ പോകുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇതിന്റെ അതൊരു പാഷൻ കൊണ്ട് വരുന്നവരാണ്, അല്ലാണ്ട് ഇതിന്റെ അകത്തൊരു ഹ്യൂജ് പ്രോഫിറ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പോൺസർഷിപ്പ് വരും, കുറച്ചുകൂടെ വിസിബിലിറ്റി വരും, ഇതിന്റെ ബ്രാൻഡ് വാല്യുവേഷൻ കൂടും. അങ്ങനെയുള്ള ഒരു ലോങ് ടേം കൊമേഴ്ഷ്യൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒത്തിരി ബിസിനസ്സുകൾ ഇതിലും പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ, നമ്മളെയൊക്കെ പണ്ട് മാതാപിതാക്കള് ചിലപ്പോൾ കളിക്കാൻ സമ്മതിക്കാത്തതിന്റെ ആ ഒരു വിഷമമായിരിക്കും നമ്മളെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ബാക്കിയുള്ള ടീമുകൾ ഇപ്പം ബ്ലൂ സ്റ്റാർ അല്ലാതെ ട്രിവാൻഡ്രം സിറ്റി പോലുള്ള ബ്ലൂ ടൈഗേഴ്സ്, ട്രിവാൻഡ്രം സിറ്റി, ബാക്കി ടീംസിന്റെ വിവരങ്ങൾ പറയുമോ? അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. ഇത് KCA ഇപ്പൊ 6 ടീമുകളാണ് കേരളം മൊത്തം എടുത്തിരിക്കുന്നത്, 6 ഫ്രാഞ്ചൈസികൾ. അതിൽ ഒന്ന് ട്രിവാൻഡ്രം ആണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പ്രിയദർശൻ സാറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൊല്ലമുണ്ട്, ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂര്, കാലിക്കറ്റ്, അങ്ങനെ 6 ടീം. അപ്പൊ ഇത് നമ്മൾ ബിഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പ് ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ഉണ്ടായിരുന്നു. 2.5 കോടിയാണ് മാക്സിമം ബിഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ 4 ടീമുകൾ ബിഡ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ടീമിന് 4 വന്നു കഴിയുമ്പോൾ അതിൽ അസറ്റ് വാല്യൂ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് വരുന്ന ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടും. നമുക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയത്.
അപ്പൊ നമുക്ക് ഏത് ഡിസ്ട്രിക്ട് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഈ 6 അല്ല, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാം. അപ്പൊ കൊച്ചി എന്ന് പറയുന്നത് ഞാൻ ബേസിക്കലി ഇവിടെ എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചത്. ഇവിടെ ഹൈക്കോർട്ടിലാണ് ആദ്യം പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷമാണ് UK പോയത്. അവിടെ ഇപ്പോൾ ലോയറാണ്. പക്ഷെ അതിലും ഹൈലി കണക്റ്റഡ് ടു കൊച്ചിയാണ്. എൻ്റെ വൈഫ് ഹൗസും ഇവിടെ കൊച്ചിയിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ കടവന്ത്രയാണ്. അതുകൊണ്ട് കൊച്ചി എന്നുള്ള ഒരു ഫസ്റ്റ് ചോയ്സ് ആണ്. ഒരു സെക്കൻഡ് തോട്ട് അതിൽ ഉണ്ടായിട്ടില്ല. കാരണം നാച്ചുറലി നമ്മൾ കണക്റ്റഡ് ആണ്, നമ്മൾ അവിടെയാണ്. അങ്ങനെയാണ് നമ്മൾ കൊച്ചി ചൂസ് ചെയ്ത് വരുന്നത്. എല്ലാ മത്സരങ്ങളും തിരുവനന്തപുരം ഗ്രീൻഫീൽഡിലാണ് നടക്കുന്നത്. ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡാണ്. അടുത്ത വർഷം തൊട്ട് KCA ഇവിടെയുള്ള ഗ്രൗണ്ടുകളിൽ നൈറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ ഗെയിംസ് വെക്കാൻ പറ്റാത്തത്. അപ്പൊ ഹോം അവേ എന്നുള്ള ഫോർമാറ്റിലോട്ട് അടുത്ത വർഷം മാറും എന്നുള്ളതാണ് KCA പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നോക്കണം. എങ്കിലും നമ്മളൊക്കെ ഇതിനൊരു ലോങ് ടേം വിഷനിലാണ് നമ്മളിത് പ്രവർത്തി, ഒരു 10 years എന്നുള്ള ഇതിലാണ്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ 3 എയർപോർട്ടുകൾ കേരളത്തിലുണ്ട്. എന്നാ എത്ര സ്റ്റേഡിയം ഉണ്ട്? എല്ലാ ജില്ലയിലും ഒരു സ്റ്റേഡിയം വരണം. കാരണം വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഫോക്കസും ആണ് കാണിക്കുന്നത്. 3 എയർപോർട്ട് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരെയും സ്കിൽ ഉണ്ടാക്കി പുറത്തോട്ട് പറഞ്ഞു പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. തെറ്റല്ല, എങ്കിലും ഞാൻ പറയാണ്. എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷുകാരനെ ഞങ്ങളൊരു ഒരു മന്ത്രിനെ ഒരു കാര്യത്തിന് കാണാൻ പോയപ്പം ഇങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ സ്കില്ല് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യും, അവർ പുറത്തു പോകുന്നു. അപ്പോൾ പുള്ളിക്ക് ഞെട്ടിപ്പോയി. അതായത് ഇവിടുന്ന് ഇത്രയും നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ച് ഈ സമൂഹം ഇത്രയും പൈസ മുടക്കി ആൾക്കാരെ ഇതാക്കിയിട്ട് സ്കില്ല് ബ്രെയിൻ ട്രെയിൻ ആണല്ലോ സംഭവിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒത്തിരി ഈ ക്രിക്കറ്റ് കളിക്കാരുടെ സ്കിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഇനി പയ്യെ പയ്യെ ഈ പറഞ്ഞ ഫ്രാഞ്ചൈസികൾ വരുന്നതോടുകൂടി, ജനങ്ങൾ ഇതിനൊരു സപ്പോർട്ട് തരുന്നതോടുകൂടി പയ്യെ ഗ്രാജുവലി ഇതെല്ലാം വളരും. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടുത്തെ ക്ലബ്സ്, സ്കൂൾസ് ഇവരുമായിട്ട് എല്ലാം ടൈപ്പിൽ നെക്സ്റ്റ് ജനറേഷൻ പ്ലെയേഴ്സിനെ നമ്മൾ ഗ്രാജുവലി ഇപ്പൊ IPL സംഭവിക്കുന്ന പോലെ തന്നെ അവർ നെക്സ്റ്റ് ജനറേഷൻ പ്ലെയേഴ്സിനെ കയറ്റിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് പിന്നെ അവർ IPL വന്നു, IPL നിന്ന് പിന്നെ ഇന്ത്യൻ ടീമിൽ വന്നു. അങ്ങനെ ഒരു നാച്ചുറൽ ടാലന്റ് നർച്ചറിങ് കൂടെ നടക്കും. ഈ ക്രിക്കറ്റിനെ സംബന്ധിച്ചാവുമ്പോ താര ക്രിക്കറ്റ് 4 എയർപോർട്ടുണ്ട്. കണ്ണൂരും കരിപ്പൂരും. അതെ, കണ്ണൂരും കരിപ്പൂരും അടുത്തടുത്ത് കിടക്കുന്നത് നമ്മൾ വിട്ടു വന്നതാ. ക്രിക്കറ്റ് ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനം KCAയുടെ ഇതെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഇതൊക്കെ സംസാരിക്കുന്നത്. അന്ന് ഈ വിവാദങ്ങളും ഇല്ല, പുള്ളി ഒരു പ്രശ്നത്തിലും പെട്ടിട്ടുമില്ല. ഇത് അംബാസഡർ ആക്കേണ്ടി ഇപ്പഴാ കൂടുതൽ, ഇപ്പഴാ യഥാർത്ഥ പ്രമോഷൻ വന്നു. ഇപ്പോഴാണ് കമ്മീഷൻ ഞാൻ ദുരിതാശ്വാസ. അല്ല, പക്ഷെ നമ്മളിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഹിയറിംഗ്, അതായത് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറും കാര്യങ്ങളും അല്ല. ഇതിപ്പം ഇതിൽ മാത്രമല്ല, ക്രിക്കറ്റിലും ഈ ടൈപ്പ് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു കംപ്ലൈൻറ്റ് സ്പോർട്സിൽ ഇന്ത്യ തന്നെ ഫേസ് ചെയ്തിട്ടുള്ള എത്രയോ സിനിമകൾ വന്നിരിക്കുന്നത്. അപ്പം ഒരു പ്രോപ്പർ കംപ്ലൈൻറ്റിങ് പ്രൊസീജിയർ ഉണ്ടാവുക, അത് എല്ലാവർക്കും കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ധൈര്യം അതുണ്ടാവുന്ന എപ്പോഴാണ് ആ കംപ്ലൈൻറ്റ് കേൾക്കും, അല്ലെങ്കിൽ ഒരു ടൈമിനുള്ളിൽ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറയുമ്പോഴാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പം ഒരു ഫോർമൽ കംപ്ലൈൻ്റ് ഇല്ലാതെ ഒരാളുടെ പേര് പറയുന്നതും ശരിയല്ല. അത് വെറുതെ ഒരു ആരോപണം പറയാം, അതൊരിക്കലും ഒരു ജുഡീഷ്യറിക്ക് പറയാൻ പറ്റത്തില്ല. അതിപ്പം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ആണെങ്കിലും ഒരു ഫോർമൽ കംപ്ലൈൻറ്റ് ഇനി ധൈര്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. എല്ലാ ക്രൈമും ഇസ് എ ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. ആ ഒരു ആംഗിളിലും പല രീതിയിൽ സുഖമോട്ടോ ഒക്കെ ആയിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങളാണ്. അതെ, അത് എല്ലാ മേഖലയിലും ഇതൊക്കെ കോടതിയുടെ മുമ്പിലുള്ള വിഷയമാണ്. കോടതി തീരുമാനിക്കുന്നത്. ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അസറുദ്ദീനും ധോണിയും ഒക്കെ നമ്മുടെ ആൾക്കാരായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വപ്നം കാണാത്ത ഒരു കാര്യം കൂടിയാണ്. അതിനെ പറ്റിയിട്ടും കൂടെ പറയും, ടീമിനെ പറ്റിയിട്ട് മുഴുവനായിട്ട്. ടീം നമ്മളിപ്പം എല്ലാ ടീമും ഒരു അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ടീംസാണ്. എങ്കിലും കമ്പാരിറ്റീവായിട്ട് നമ്മുടെ ടീമിൽ കുറച്ച് ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. പിന്നെ ബേസിൽ തമ്പി എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്, IPL കളിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മുടെ കോച്ചാണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കപ്പ് ജയിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിപ്പം പ്രൊസീഡ് ചെയ്യുന്നത്. അതെ അതെ. അല്ല, ബാക്കിയുള്ള ടീമുകളുടെ ബാക്കിയുള്ള ടീമിനെ കൂടെ വിലയിരുത്തണ്ടല്ലേ. കൊച്ചി നമ്മൾ കപ്പടിക്കുമെന്നൊക്കെ പറയുമ്പോഴും ബാക്കിയുള്ള ടീമിനെ വിലയിരുത്തണ്ടേ? അതും കൂടെ ഒന്ന് വിലയിരുത്തി പറയൂ അവരുടെ ടീം മെമ്പേഴ്സും. നമ്മളിപ്പോൾ ഒരു ടീമിനെ അങ്ങനെ കുറച്ച് കാണുന്നില്ല, എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീമിൽ കുറേ ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോളിംഗ് ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ നമ്മുടെ മിഡിൽ ഓർഡറും സ്ട്രോങ് ആണ്. ഓപ്പണിങ്ങും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ടീമുള്ള ഒരു ബാലൻസ്ഡ് ടീമാണ്. ചില ടീമിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ബാറ്റിംഗ് സ്ട്രോങ് ആണെങ്കിൽ ബോളിംഗ് വീക്കാണ്.
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് ശരിയല്ലോ, കാരണം ഓരോ പ്ലേയേഴ്സിന് ഇൻഡിവിജ്വലി അതും പ്രത്യേകിച്ച് അവർ ഫസ്റ്റ് കളി കളിക്കാൻ പോകും, അതിന് മുമ്പ് ഞാൻ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. എന്നെക്കാളും എത്രയോ എക്സ്പീരിയൻസ് ഉള്ള കോച്ചസും എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ നേരിട്ട് കളി കാണാൻ പോവാം, നമുക്ക് അങ്ങനെ വിലയിരുത്താം. അപ്പോൾ ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റിൽ നമ്മൾ വൺ ഓഫ് ദ ടോപ്പ് ടീംസാണ്. അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റില്ല. എല്ലാം നല്ല ദിവസം എല്ലാം നല്ല നീലക്കടവുകളാണ്. അപ്പം അതുകൊണ്ട് അത് ആ ഒരു രീതിയിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവർക്കെല്ലാം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബേസിൽ തമ്പി, സഞ്ജു സാംസൺ ഇങ്ങനെയുള്ള കുറച്ച് പ്ലേയേഴ്സാണ് നാഷണൽ ലെവലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിന് ഇപ്പോഴും അവർ തൊട്ടടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ അടുത്ത IPL ആയി അങ്ങനെ കാര്യങ്ങൾ വരുവാണ്. അപ്പോൾ അതിലേക്ക് അവർക്ക് അവരെല്ലാം വിസിബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളിത് കാണുകയും നമ്മളിത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ഇമീഡിയറ്റ് ആയിട്ട് കയറാൻ പറ്റുന്നത്. അപ്പോൾ അവർ കയറുമ്പോൾ അതിന് പുറകിൽ ഇപ്പോൾ ഈ കളിയിലൂടെ ഒരു 10-20 പുതിയ താരങ്ങളുണ്ടായി വരും. ഇവർക്ക് വിസിബിലിറ്റി കിട്ടുവാണ് സ്റ്റാർ സ്പോർട്സ് വഴി. അപ്പോൾ അങ്ങനെ ഒരു വിസിബിലിറ്റി അവർക്ക് കിട്ടാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ മലയാളികൾക്കൊരു അവസരമാണ്. അതാണ് ഞാനിതിൽ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു പേഴ്സണൽ എന്ന് പറയുന്നത്, ഞങ്ങൾ MS ധോണി ഇപ്പം നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. നമുക്ക് ഓൾറെഡി ബോംബെയിൽ വെച്ച് നമ്മളൊരു ഇവൻറ്റ് ചെയ്തിരുന്നു. ഈ വർഷവും നമുക്ക് ഇവൻറ്റ് ചെയ്യാൻ നമ്മുടെ കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒരു ഇവൻറ്റ് വരാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അത് ബോംബെയിൽ വെച്ചാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കൂടുതലും കോർപ്പറേറ്റ്സും നമ്മുടെ B2B ബിസിനസ് എല്ലാം ബോംബെ ബേസ്ഡാണ്. പക്ഷെ അത് കേരളത്തിലേക്ക് ആക്കിയാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഒബ്വിയസ്ലി ഞങ്ങളുടെ ഇംഗ്ലീഷുകാർ ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലാതെ ഇന്ത്യയിലും ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അംഗീകരിക്കണം അത് കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ. പിന്നെ ധോണി അവരുടെ ടീം ഇത് സമ്മതിക്കണം. അപ്പോൾ ഇവിടെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്, എനിക്ക് പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഒരു സപ്പോർട്ട് വരുവാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു വാലിഡിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്താലും നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞങ്ങൾ എല്ലാ ടീമിനെയും സപ്പോർട്ട് ചെയ്തിരിക്കും. ഈ 6 ടീമുകളുടെ കളി നമ്മുടെ കാര്യം മാത്രം, മീഡിയയുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ജനങ്ങളോടും കൂടെ പറയുന്നത്. ഈ കളി എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? എത്ര മത്സരങ്ങളാണ്? ഒരു ടീമിന് ഹോം അവേ ഫോർമാറ്റാണ്. ട്രിവാൻഡ്രത്താണ് കളി നടക്കുന്നതെങ്കിലും ഒരു ടീമിന് 2 കളിയാണ്. അങ്ങനെ 10 കളിയാണ് ഒരു ടീമിന്. ലീഗ് റൗണ്ട്, പിന്നെ സെമി ഫൈനൽസ് 18-ാം തീയതി, 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 18-ാം തീയതി തീരുന്ന രീതിയിലാണ്. അപ്പോൾ ഫൈനൽ കളിക്കുമ്പോൾ ഒരു സൈഡിൽ ബ്ലൂ ടൈഗേഴ്സ് ഉണ്ടാവും, വിന്നിംഗ് സൈഡിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നീലക്കടവുകൾ ഓൾറെഡി ട്രിവാൻഡ്രം ഓബൈ താമര അല്ലേ, ഓബൈ താമരയിൽ അവരവിടെ ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നമ്മള് 5-സ്റ്റാർ ഫെസിലിറ്റി റൂമിൽ താന്നതാണ് നമ്മൾ അവിടെ അവർക്ക് സ്റ്റേ കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ അതിന്റെ അത്രയും ഒരു വലിപ്പവും നമ്മൾ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അക്കോമഡേഷൻസിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും. അപ്പൊ അതായത് ഞങ്ങൾ വലിയൊരു പ്രൊഫൈലിലേക്ക് എത്തിയെന്ന് അവർക്ക് തോന്നണം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടനത്തിലും റിഫ്ലക്ട് ചെയ്യണം. അതായത് നാളെയും ഇവിടെ വരാൻ കഴിയണം. ഇത് കണ്ടെങ്കിലല്ലേ ഇപ്പം നമ്മളിപ്പം ഞാൻ ഇവിടെ സമയത്ത് വെസ്റ്റ് ഇൻഡീസ് ടീമുകളാണെന്ന് തോന്നുന്നു ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മറ്റേ ട്രക്കിൽ വന്നിട്ട് ഇറങ്ങുന്ന ഒരു സംഭവം കണ്ടു. അതായത് ഒരു രാജ്യത്തിന്റെ പ്ലേയേഴ്സ് വന്ന് ഇറങ്ങുകയാണ് ഇതിലായിട്ടിട്ട്. അവിടെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു ലീഗിൽ നമ്മളവിടെ നമ്മുടെ പ്ലേയേഴ്സിന് 5-സ്റ്റാർ ഫെസിലിറ്റി, താമസം, അതിനുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. വരും തലമുറ പുതിയ കുട്ടികൾ ഇത് കാണുമ്പോൾ അവർക്ക് തോന്നണം ഞങ്ങൾക്ക് അവിടേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പ്രകടനം ഇവിടെ നിലനിൽക്കാൻ പറ്റുമെങ്കിൽ പ്രകടനം മാത്രമേ പറ്റൂ. അല്ല, നമ്മൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഇനി പാരൻസ് ആണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ഫെസിലിറ്റീസിലാണ്, ഇതുപോലെയുള്ള വിസിബിലിറ്റിയാണ് പിള്ളേർക്ക് കിട്ടുന്നത് എന്ന് കാണുമ്പോഴും, അതുപോലെ തന്നെ അവർക്ക് IPL ചെന്നാലും ഇതേ 5-സ്റ്റാർ ഫെസിലിറ്റീസിലാണ് അവരെല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊരു ആഗ്രഹം വരണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പോകണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന പേര് എങ്ങനെ ചൂസ് ചെയ്തെന്ന് കൂടെ പറയാം. അതെ, ഞാൻ 1-2 ഇന്റർവ്യൂവിൽ പറഞ്ഞു. എങ്കിലും ഒബ്വിയസ്ലി എല്ലാവരും മറ്റേ സിനിമ പറഞ്ഞു, എല്ലാവരും അറിയണം, എല്ലാവരും കേൾക്കണം അല്ലെ. നീലക്കടുവകളെ കുറിച്ച് പറയും. നമ്മൾ ടൈഗർ എന്നുള്ളത് നമ്മുടെ ഒരു സ്കോട്ടിഷ് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേരിടണം എന്ന് ഒരു സജഷൻ പറഞ്ഞപ്പോൾ, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യൻ ടൈഗേഴ്സ് അല്ലെ, ബംഗാൾ ടൈഗേഴ്സ് എന്നുള്ള ഒരു ഇന്ത്യൻ നമ്മുടെ നാഷണൽ. അപ്പോൾ ഒബ്വിയസ്ലി ടൈഗർ എന്നുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്. അപ്പൊ ഇങ്ങനെ ഞങ്ങള് ബ്രാൻഡിങ്ങും എല്ലാവരും ആലോചിച്ചു. അല്ല, അതിവിടെ ഉണ്ടല്ലോ, വരയം പുലി. അപ്പം കടുവ ഒരു ഒബിയസ്ലി ആ സ്പിരിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, സ്പോർട്ടിംഗ് ഫൈറ്റിംഗ് സ്പിരിറ്റ്. പിന്നെ കൊച്ചി എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് അറേബ്യൻ സീ ആണ്. അപ്പോൾ ആ ഒരു നീല, പിന്നെ മെൻ ഇൻ ബ്ലൂ ആണ് നമ്മുടെ ഇന്ത്യൻ ടീം അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നീല, പിന്നെ ട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഫഷണലിസം, ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ബ്ലൂ കളറാണ്.
അങ്ങനെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്നുള്ള പേരിലേക്ക് നമ്മൾ എത്തിയത്. എന്തായാലും ഇത് ഫൈനൽ വരെ കേൾക്കട്ടെ എന്നാണ് എനിക്കിപ്പോ പറയാൻ പറ്റുക. വിജയിക്കട്ടെ എന്ന് ആശംസിക്കാൻ കഴിയട്ടെ. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു അഖിൽ പ്രതികരിച്ചതിന്.